ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണത്താൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാനും ആ വ്യക്തി തിരിച്ചു വരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ടോട്ടൽ 3 ടെക്നിക്കുകളുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് 3ഉം അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 100% റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, രാത്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഇരിക്കുക, നിവർന്നിരിക്കുക. അത് നിലത്ത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ചെയറിൽ ചാരിയിരുന്നാലും മതി, അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നാലും മതി. പക്ഷേ നിങ്ങളുടെ നട്ടെല്ലും കഴുത്തും തലയും ലംബമായിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ണടച്ചിട്ട് ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന 4 സെൻറ്റൻസുകൾ, ആ സെൻറ്റൻസുകൾ ഞാൻ പറയാൻ പോകുന്ന ഫീലോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. അത് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഫീല് കൊണ്ടുവരണം എന്ന് കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പേര് ഹോ ഒപ്പോനോ പോനോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തായിരിക്കും ഞാൻ പറയാൻ പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ പറയാൻ പോകുന്ന സെൻറ്റൻസുകൾ അറിയുന്ന ആളുകളാണെങ്കിൽ കൂടി ചില ആളുകൾക്ക് എന്ത് ഫീലോട് കൂടി എങ്ങനെയാണത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഐ ആം സോറി. കണ്ണടച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടിട്ട് ഐ ആം സോറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫീൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ആ മിസ്റ്റേക്കാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് സംഭവിച്ചു, എന്നോട് ക്ഷമിക്കുക, നമ്മൾ സോറി പറയുക അല്ലേ, അതിൽ ഖേദിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്, ഐ ആം സോറി എന്നുള്ളത്. രണ്ടാമത്തത് പ്ലീസ് ഫോർഗിവ് മീ, എനിക്ക് മാപ്പ് നൽകൂ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യേണ്ടത്, പ്ലീസ് ഫോർഗിവ് മീ എന്ന് പറയുന്ന സമയത്ത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹം മൊത്തം നമ്മൾ ഫീൽ ചെയ്യണം അല്ലേ, ഐ ലവ് യു എന്ന് പറയുന്നു. നാലാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താണ്? താങ്ക് യു എന്നുള്ളതാണ്. താങ്ക് യു പറയുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പി മെമ്മറീസും മൊമെൻറ്റ്സും ഒക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ മാക്സിമം ഫീൽ ചെയ്തിട്ട് അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള നിമിഷങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡാണ് മാക്സിമം നമ്മൾ താങ്ക് യു പറയുന്ന സമയത്ത് ഫീൽ ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്ത് പറയണം എന്നുള്ളത് കിട്ടി. ഇത് എത്ര സമയം ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. 5 minutes ആണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. കണ്ണടക്കുന്നു, ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുന്നു, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 5 മിനിറ്റാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെക്നിക്ക് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളിപ്പോൾ ഈ മിസ്റ്റേക്ക് സംഭവിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ തന്നെ ധാരാളം. ആ വ്യക്തി തിരിച്ചു വരണം, നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചേസിങ് അഫർമേഷനും ഉണ്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ആ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു ക്രൈറ്റീരിയ. എൻ്റെ ഫോളോവേഴ്സിന് മാത്രമാണ് അത് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2 ടെക്നിക്കുകൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹോ പോനോ എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഓൾഡ് മെമ്മറീസ് ഉണ്ടല്ലോ, ഒത്തിരി ഹാപ്പി ആയിട്ടിരുന്ന ആ മെമ്മറീസ് മനസ്സിലോട്ട് കൊണ്ടുവരിക. അത് മാക്സിമം 5 സെൻസസോട് കൂടി ഫീൽ ചെയ്യുക. ഇപ്പം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അത് വീണ്ടും നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾഡ് മെമ്മറീസ് ഒരു 3 minutes വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഹോ പോനോ മെത്തേഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ ഉടനെ ബെഡിൽ തന്നെ കണ്ണടച്ച് കിടന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മൊമെൻറ്റ്സ്, അതിൻ്റെ എൻഡ് റിസൾട്ട്, അത് മാരേജ് ആവാം,
ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള ഹണിമൂൺ ആവാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതാവാം, യാത്ര പോകുന്നതാവാം, വോട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ആ മൊമെൻറ്റ്സ് കണ്ണടച്ചുകൊണ്ട് ഫീൽ ചെയ്ത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതായിട്ട് വേണം നിങ്ങൾ മനസ്സിൽ കാണാൻ. അതുകൂടി കാണണം. അപ്പോൾ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഹോപ്പോനോപോനോ, രാത്രിയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ഉടനെ 3 മിനിറ്റ്സ് ഓൾഡ് മെമ്മറീസ് വിഷ്വലൈസേഷൻ ചെയ്യുക. ഏർലി മോർണിംഗിൽ നിങ്ങൾ ഏർലി മോർണിംഗ് ആയിക്കോളുന്നില്ല, നിങ്ങൾ എപ്പോഴാണോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ആ സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ കണ്ണടച്ച് ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾ 3 മിനിറ്റ്സ് ന്യൂ മെമ്മറീസ്, അഥവാ ആ വ്യക്തിയുമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ 3 ടെക്നിക്കുകളാണ് അപ്ലൈ ചെയ്യേണ്ടത്. 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക. വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. 100% ഉറപ്പ്. ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്തിരിക്കും. ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുക, നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ അവിടെ നടക്കും. ആ വ്യക്തി തിരിച്ചു വരണം എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചേസിങ് അഫർമേഷൻ കൂടി ആവശ്യമുള്ള ആളുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് 5 മിനിറ്റ് രാത്രിയോ രാവിലെ എണീക്കുന്ന സമയത്തോ കിടക്കുന്ന സമയത്തോ റിപ്പീറ്റ് ചെയ്ത് പറയുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ചു വരിക കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴത്ത് വന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് നിങ്ങൾ ഹോപ്പോനോപോനോയിൽ പറയാൻ പോകുന്നത് അതൊന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുക. എന്താണത്? ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.